വരേണ്ടത്. ഈ ഉസിയാവ് സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുക പുള്ളി. ബൈബിള് കൈ വെച്ചോണ്ട് വഴക്കുണ്ടാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളെ കക്ഷത്തിലോട്ട് വെച്ചിട്ട് പിന്നെ ചിലര് മര്യാദക്കാരാ, നീ ബൈബിൾ ഒന്ന് പിടിച്ചേ, ഞാൻ 2 കാര്യം പറഞ്ഞേച്ച്. അത് പിന്നെ കുറച്ചുകൂടെ ഒരു മര്യാദയുണ്ട്, അതൊക്കെ അത്രയിലും ബഹുമാനമുണ്ടല്ലോ. പണ്ടൊരാൾ വഴക്കുണ്ടാക്കി പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പുള്ളിക്ക് എറിയാനൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തൊരു നോക്കിയപ്പോൾ കനമുണ്ടല്ലോ. പിന്നെ പറഞ്ഞ ഭാഷ ഞാൻ പൊതുവെ പറയുന്നില്ല. ക്രൂരമുഷ്ടിക്കും അടിയുണ്ടാക്കാനും പ്രശ്നം തീർക്കാനും പ്രചനമുണ്ടാക്കാനുമല്ല സഭ. തമ്മി കടിച്ചു കീറാനും തിന്നുകളയാൻ. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെയാണ്, തിന്നുകളയുന്ന അതിനല്ല സഭ. ഒരാഴ്ച മുഴുവൻ നിന്നെ കാത്ത ദൈവത്തിന് എല്ലാവരോടും ഒന്നു ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥലമാ, ദൈവത്തെ സ്തുതിക്കേണ്ട ഇടമാ. ഇവൻ പള്ളിക്കകത്ത് കയറി വഴക്കുണ്ടാക്കും. ഉസിയാവ് അങ്ങനെ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവന്റെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിച്ച് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? യോ, സഭയെ 2 എണ്ണം വില്ലി നിൽക്കുക, അവിടെ എങ്ങനെ നമ്മൾ പ്രസംഗിക്കും? മറ്റവനിട്ട് കിട്ടുന്ന ഇവൻ ഊറി, ഇവനിട്ടാന്ന് പറഞ്ഞാൽ മറ്റവൻ എന്തായാലും പ്രശ്നമാണ്. ആ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ഇവൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നത്. ഇവനൊരു മകനുണ്ടായിരുന്നു, പള്ളിയിൽ കയറുകയല്ല. തോസടിച്ച 27:1 യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ പുത്രിയായിരുന്നു. അടുത്ത വാക്യം, അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെ കുറെ കാര്യമൊക്കെ ഗുണമൊക്കെ ചെയ്തു, എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അവൻ പള്ളി കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട്. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ ദൈവദാസന്മാർക്ക് അറിയാം, ചില പിള്ളേര് പള്ളി വരികയല്ല. അതിനാ പിള്ളേര് പള്ളി വരാത്ത. തന്ത കണ്ടോണ്ടാ എങ്ങനെ വരും? തന്ത കടന്ന് വഴക്കാ. പിന്നെ അവൻ എന്തിനാ? അവൻ പറയാം ഞാൻ സ്വർഗീയ വിരുന്നി പോവാന്ന്. നിനക്ക് പള്ളിക്കകത്ത് നീ കമ്മറ്റിയാ കുന്തമാ കോടാലിയാന്നും പറഞ്ഞ് പ്രശ്നത്തിനല്ലേ ഇരിക്കുന്നേ. പിന്നെ നിന്റെ സന്തതി ഇതിനകത്ത് വരുമോ? എന്നെ ആ ഭാഗത്തൊരു അന്തരീക്ഷത്തിന് വ്യത്യാസം. ഇന്ന് മിക്ക ഭാഗവും അന്തരീക്ഷം മാറും. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുന്നില്ല. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്. ഇനി പുള്ളിക്കൊരു മകനുണ്ടായിരുന്നു, അവന് ചെയ്തത് 28:24 വായിച്ച്. ആകാശ് 28:24. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ല, ഉടക്കുക മാത്രമാണ്. അടുത്തത്, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു. അവൻ പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. കൊച്ചുമോൻ വന്ന് പള്ളി, നല്ല ഫാമിലി. തീർന്നില്ല. എവന്റെ മകനാ ഹിസ്കിയാവ് അല്ലെങ്കിൽ യെഹസ്കിയാവ്. അവൻ ചെയ്തല്ലോ, അവനും കുറെ ഗുണമൊക്കെ ചെയ്തു. എന്നിട്ട് ഇവൻ വേണ്ടാതീനവും ചെയ്തു. വായിച്ചേ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ യെഹിസ്കിയാവ് ലാഖീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. അശ്ശൂർ രാജാവായിട്ട് കയറി കൊമ്പ് അടുപ്പമായി. അടുത്തത്, ഞാൻ കുറ്റം ചെയ്തു. എന്തുവാ? എന്നെ വിട്ടു പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം. ഞാൻ തരാന്ന് പറ. അശ്ശൂർ രാജാവ് യഹൂദ രാജാവ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. സ്വോത്രകാഴ്ച എടുത്ത് കേസ് കളിച്ചെന്ന്. എടാ, പുനലൂരാന്നേലും കൊള്ളാം, മുളക്കുടയാന്നേലും കൊള്ളാം, തിരുവല്ല ചാരോനാന്നേലും കൊള്ളാം, കുമ്പനാട് IPC ആന്നേലും കൊള്ളാം, TP അവിടെ ഇല്ല, ഇനി അവിടെ ആന്നേലും കൊള്ളാം, അവൻ കല്ലുമലക്കാരാന്നേലും കൊള്ളാം. പാവപ്പെട്ട ദയ്യമക്കൾ വീട് പണിക്കാൻ പോകുന്നവരുണ്ട്, റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, റബ്ബർ വെട്ടുന്നവരുണ്ട്, വിദേശത്തുള്ളവരും കഷ്ടപ്പെട്ട. അല്ല ചുമ്മാ രാവിലെ അറബി കൊണ്ട് കാജിറക്കുകയല്ല.
അമേരിക്കയിലുള്ളവരും കഷ്ടപ്പെട്ട, നഴ്സുമാരും എന്ത് കഷ്ടപ്പെട്ട. അങ്ങനെ ദൈവമക്കൾ ഓരോ ജോലിക്ക് അതിന്റെ ബന്ധപ്പാടും കഷ്ടപ്പാടുമുണ്ട്. അടുക്കളപ്പണി ചെയ്യുന്ന, പാത്രം കഴുകാൻ പോകുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരൊക്കെ ചെയ്ത ജോലിയുടെ ഒരു നന്മ കർത്താവിന്റെ വേലയ്ക്ക് സ്വോത്രകാഴ്ച ഇടുമ്പോൾ നേതാക്കന്മാരാകുന്ന മിടുക്കന്മാർ ഈ കാശ് എടുത്ത് കേസ് കളിച്ചാൽ അടിച്ച് നിന്റെ എല്ലാം ഇടപാട് തീർത്ത് നിന്റെ എല്ലാം കുടുംബത്തെ ദൈവം കുളത്തോട്ടും. ഇതെനിക്ക് പുനലൂരും മുളക്കുടയിലും കുമ്പനാട്ടും ഒക്കെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പറയിപ്പിക്കുമോ? നല്ല ജയിലായി. പിന്നെ ഇവിടേലും എന്നെ പറയിപ്പിക്കുന്നല്ലോ. ഞാൻ കൃതാർത്ഥനാ. ദൈവത്തിന് മഹത്വം. ഓരോ രൂപയ്ക്കും വിലയുള്ളതാ. ദൈവത്തിന് ഇത് കേസ് കളിക്കാനുള്ളതല്ലെന്ന്. ഇത് അവൻ വക്കീലിന് കൊടുക്കാനുള്ളതല്ല. ഇത് അവൻ വാദിക്കാനുള്ളതല്ല. അങ്ങനെ പ്രശ്നം വരുമ്പോ സഭ ചെയ്യേണ്ടത് മുട്ടാലിരിക്കണം, മുടങ്കാലിരിക്കണം. നീ മുടങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറക്കും. ദൈവത്തിന് മകത്ത്. എന്റെ ദൈവദാസന്മാരെ സങ്കടത്തോടും മനോവേദനയോടാണ് ഇതൊക്കെ പറയുന്നത്. അവൻ സ്വോത്രം. ഹിസ്കിയാവ് ഇത് മുഴുവൻ എടുത്ത് അശ്ശൂർക്ക് അപ്പം കൊടുത്തെന്ന്. ഈ കേസ് കളിക്കുന്ന കുടുംബം വിറ്റേച്ചാണോ സഭയുടെ കേസ് കളിക്കുന്നേ? ദൈവത്തിന് മഹത്വം. ഒരെണ്ണത്തിന് ദൈവം വിടുകയല്ല, ഒരെണ്ണത്തിന് വിടുകയല്ല. ദൈവത്തിന് മഹത്വം. 1 രൂപയ്ക്ക് വിലയുള്ളതാണ്. ചിലടത്തൊക്കെ എത്ര സ്വോത്ര കാഴ്ചയാ. അയ്യോ, അങ്ങ് കൊള്ള സങ്കേതത്തിൽ ചെന്ന പോലെ. പണ്ട് ചമ്പൽക്കാട്ടി പൂലാൻ ദേവി തോക്ക് കാണിച്ച് കാശെടുക്കടാന്ന്. ഇവിടെ തോക്കില്ലെന്നേ ഉള്ളൂ. നാളൊരുത്തം പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നില്ല ഏറ്റവും മുടുത്തത് ഇടാൻ. അയ്യോ, വണ്ടിക്കൂലിക്ക് മാത്രമോ കയ്യിൽ? എന്തൊരു അക്രമമാണെന്നോർത്ത്. ഇത് ദൈവത്തിന്റെ വേലയാണ്. ദൈവം വഴി തുറന്നോളും. ഈ ഇവിടെ കിടന്ന് പണ്ടപ്പാര് പറഞ്ഞ ആർത്തിപ്പണ്ടാരമായിട്ട് ചുമ്മാ കിടന്ന് തണ്ടരുത്. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരും. അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമായി പറയാൻ അനുഭവിച്ചവരായി ഇതിനകത്തിരിക്കുന്നവര്. ദൈവത്തിന് മകത്തത് ഇരിക്കുന്നിടത്ത് ദൈവം ആകാശം തുറന്ന് ഇറക്കി തരുമെന്നേ. ദൈവത്തിന് മഹത്വം. കേട്ടിട്ടുണ്ട്. ഇപ്പൊ TC കോശി അവരുടെ കാര്യം പറഞ്ഞ കൊണ്ട് കല്ലിശ്ശേരി വേല അപ്പച്ചൻ ഒത്തിരി അനുഭവ സാക്ഷി കൊണ്ട് അതെല്ലാം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. എങ്കിലും സന്ദർഭം കല്ലിശ്ശേരി വേല അന്ന് ഭക്തൻകുട്ടി അപ്പച്ചൻ വേല ചെയ്യുന്ന കാലമാണ്. സങ്കേതമുണ്ട് കല്ലിശ്ശേരിയിലെ. അർത്ഥപ്പട്ടിണി, മുഴുപ്പട്ടിണി, 3 ദിവസം പട്ടിണി, ഒന്നുമില്ല. രാത്രിയിൽ ഇങ്ങനെ പുകയ്ക്കുന്നുണ്ട്. 3 ദിവസം മുഴുപ്പട്ടിണി, വളരെ ബുദ്ധിമുട്ട്. വേല ചെയ്യാന്ന് TG ഉമ്മച്ചൻ അവർകളും പത്തിച്ചറയോനാച്ചനും ഒക്കെ ഒന്ന് യോഗം നടത്തി. ഭക്ഷിക്കാനൊന്നുമില്ല, കൊടുക്കാനും ഒന്നുമില്ല. അന്നത്തെ കാലം കേട്ടിട്ടുണ്ട്. ദൂരെന്ന് വന്നൊരു വണ്ടി വാടക വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അവർ പാതിരാത്രി സമയം അവരിങ്ങനെ നോക്കി മനുഷ്യവാസം വലിയ അടുത്തുണ്ടോ. അപ്പൊ ഒരു അരണ്ട വെളിച്ചം കണ്ട് നേരെ അങ്ങോട്ട് ചെന്നപ്പോ അതിനകത്തിരുന്ന് ഭക്തൻകുട്ടിയപ്പച്ചൻ സ്വോത്രം ചെയ്യുക, ദൈവം വഴി തുറക്കാൻ വേണ്ടി. ചെന്നിച്ചിരി വെള്ളം ചോദിച്ചു, വെള്ളം എടുത്തു കൊടുത്തു. അവരാ വണ്ടിയെല്ലാം അതിൻ്റെ എന്തോ ടയറിനോ എന്തോ ഒക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആ വണ്ടിയിൽ വേറെ 3-4 പേരുണ്ടായിരുന്നു. കുറച്ചേറെ സാധനം കൊണ്ട് വെച്ചേച്ച് പറഞ്ഞു, ഇതൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം ഇതിൻ്റെ നന്നാക്കി പിന്നെ താമസിക്കും, ചീത്തയാക്കി ഇതെടുത്തോളാൻ. കുറേയേറെ ഭക്ഷണ സാധനങ്ങൾ, കുറച്ച് പലചരക്ക് സാധനവും. ദൈവം വഴി തുറക്കുമോ? ദൈവം നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരുമെന്നായി പറഞ്ഞത്. സ്തോത്രം. ഇങ്ങനെ എത്രയെത്ര 100 സംഭവങ്ങൾ ഞാൻ സന്ദർഭമായിട്ടൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് വിത്തറി പറയാനുണ്ട്. ആ പന്തലിരിക്കുന്നവരുടെ കല്ലോട്ട് മൈക്ക് കൊടുത്ത ഇതുപോലെ ആയിരക്കണക്കിന് വിഷയം പറയും. ദൈവം തുറക്കും. കാക്കകളെ നോക്കിയിട്ട് മീൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്ത് കള്ളപ്പൂരയൊന്നു നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ ചേർന്ന് നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ ഉന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും
വന്നിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഒന്നോ ചുമത്തുന്ന ഭാരമെല്ലാം എനിക്കായി കരുതുവാൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ലെന്നായി പറഞ്ഞാല്. അപ്പൊ ഇവന് ഈ ദൈവാലയത്തിലെ നന്മയെല്ലാം എടുത്ത് അശ്ശൂർ രാജാവിന് കൊടുക്കും. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസന്മാരെ. യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാക്കീഷിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണമെന്ന് നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴയല്ല, ഞാൻ നിനക്ക് അടച്ചുകൊള്ളാന്ന്. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എങ്ങനെയുണ്ട്? വല്യപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മകൻ പള്ളിക്കകത്തതെല്ലാം കൂടെ എടുത്ത് കൊടുക്കുക മാത്രമാണോ? 17-ാം വാക്യം വായിച്ചേ. എങ്കിലും അശ്ശൂർ രാജാവ് തർത്താനെയും, അല്ല അതിന്റെ മേളിലത്തെ വാക്യം, ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്ങനുണ്ട്? എവിടെ പൊതിഞ്ഞിരുന്നതാ? വായിച്ചേ. കട്ടിളകളിലും കട്ടിളാലും വാതിലുകളിലും. ഇത് അന്ന് മുതലേ പറിച്ചെടുപ്പുണ്ടായിരുന്നു. നമ്മളോർക്ക് നീ അടുത്ത കാലത്ത് അനല്ല, അവനതെല്ലാം കൂടെ പറിച്ചെടുത്ത്. അപ്പൊ ഇപ്പൊ പറിച്ചെടുക്കുന്നവരുടെ വല്യപ്പനാണ് ഹിസ്കിയാവ്. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് വിൽസൺ ജോസഫ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നത് ഇനി ഇയാൾ എന്നാ പറയാൻ പോകുന്നത്. എൻ്റെ പടലി ഒന്നുമില്ല, സമാധാനത്തോടെ സ്വോത്രം പറഞ്ഞിരിക്കും, ഒരു കുഴപ്പവും. ചില വെളിവൊക്കെ എനിക്കുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വല്യപ്പൻ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ സഭയെ കയറുകയല്ല, കൊച്ചുമോൻ സഭാഗോള് പൂട്ടി, കൊച്ചുമോന്റെ മോൻ സഭയിലിരുന്നതെല്ലാം കൂടെ പറിച്ചെടുത്ത് തീർന്നോ? ഇല്ല, ഇവനൊരു മോനുണ്ട്, അവന്റെ പേര് തന്നെ എന്താ മനേഷ്. ഹിസ്കിയാവിന്റെ അതൊക്കെ 15 വർഷം കൊടുത്തപ്പോ 2-ാം കൊല്ലം ഉണ്ടായത് ഇതുപോലൊരു നാശക്കൊള്ളി. 21-ന്റെ 1 വായിച്ചത് യുവരാസിനെ. 21-ന്റെ 1. മനേഷെ വാഴ്ച തുടങ്ങി. മനേഷെ നല്ല പൊന്നുമോനാ. വാഴ്ചയെ തുടങ്ങിയപ്പം അവന് 12 വയസ്സായിരുന്നു. ഒത്തിരി പ്രായം. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവങ്ങ് വാണു. ഇവന്റെ ഒരു കുഴപ്പടി. 7-ാം വാക്യം വായിച്ചേ. ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ ഒന്നുകൂടെ വായിച്ച 7-ാം വാക്യം. ഈ ആലയത്തിലും അങ്ങനെ വായിക്കുക. ഈ ആലയത്തിലും പിന്നെ ഈക്കൊക്കെ എന്ത് ആക്കം കൊടുക്കണമെന്നറിയോ? ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠ. ദൈവം തമ്പുരാൻ തേജസ് ഇറങ്ങുന്ന ദൈവാലയത്തിൽ